ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. കോമ്പസ് സർവേയിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കിവിടെ ഡീൽ ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് കോമ്പസ്. ഓക്കെ, ടൈപ്സ് ഓഫ് കോമ്പസ്. കോമ്പസ് സർവേ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ കാൽക്കുലേഷൻസ് കാര്യങ്ങൾ, അതിൻ്റെ എററുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ് ടൈപ്സ് ഓഫ് കോമ്പസ്. അതായത് എനിക്കിതേ ഒരു സർവേ ലൈൻ ഉണ്ട്, എനിക്കെന്തുണ്ട് ഒരു സർവേ ലൈൻ ഉണ്ട്, AB എന്ന് പറയുന്ന സർവേ ലൈൻ. എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ബിയറിങ് കണ്ടുപിടിക്കണം അല്ലേ. ബിയറിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ബിയറിംഗ് കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് വേണം, ഒരു മെറിഡിയൻ വേണം. കോമ്പസ് വെച്ച് കണ്ടുപിടിക്കുന്ന മെറിഡിയൻ എപ്പോഴും എന്തായിരിക്കും, മാഗ്നറ്റിക് മെറിഡിയൻ. ഓക്കെ, ഈ മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്നും എൻ്റെ സർവേ ലൈനിലേക്കുള്ള ആ ഒരു ആംഗുലാർ ഡിസ്റ്റൻസ്, ആ ഒരു ആംഗിളിനെ പറയുന്ന പേരാണെന്ത്, ബിയറിംഗ്. ഓക്കെ, ഈ ബിയറിംഗ് കണ്ടുപിടിക്കാൻ എനിക്ക് ഏതൊക്കെ ടൈപ്പ് കോമ്പസുകൾ യൂസ് ചെയ്യാം, നമുക്ക് രണ്ട് ടൈപ്പ് കോമ്പസ് ആണ് പഠിക്കാനുള്ള. ഫസ്റ്റ് വൺ ഈസ് പ്രിസ്മാറ്റിക് കോമ്പസ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് സർവേയേഴ്സ് കോമ്പസ്. ഈ രണ്ട് ടൈപ്പ്, നമുക്ക് ഒത്തിരി ടൈപ്പ് കോമ്പസുകളുണ്ട്. അതിൽ ഈ രണ്ട് ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പ്ലെയിൻ ടൈപ്പിൽ വരുമ്പോൾ വീണ്ടും വേറൊരു കോമ്പസ് നമ്മൾ കാണുന്നു. തൽക്കാലം അതിലോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് ഈ രണ്ട് ടൈപ്പിലെ കോമ്പസാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ശരി, നമുക്ക് ഈ രണ്ട് കോമ്പസിനെ ഒന്ന് കണ്ടിരിക്കാം. ഓക്കെ, ഇത് ഒരു ടൈപ്പ് കോമ്പസ്. ഓക്കെ, ഇത് മറ്റൊരു ടൈപ്പ് കോമ്പസ്, നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടൈപ്പ് കോമ്പസ്. ഓക്കെ, ഈ കോമ്പസ് പഠിക്കുമ്പോഴേക്കും നമ്മൾ ഇതിലെ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ കോമ്പസിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ഈ രണ്ട് കോമ്പസിലും പഠിക്കാനുള്ളത്. ഫസ്റ്റ്, അതിൻ്റെ ഡയഗ്രം വരച്ച് പഠിക്കണം. ഓക്കെ, ഡയഗ്രങ്ങളുള്ള എല്ലാത്തിൻ്റെയും ഡയഗ്രം നമ്മൾ വരച്ച് പഠിക്കുക. കാരണം എന്താ, അപ്പോൾ അതിലെ ഡയമെൻഷനുകൾ എത്രയായിരുന്നു നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓരോ ഡയമെൻഷനും കാണാതെ പഠിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ആ ഡയഗ്രം ഒന്ന് വരച്ച് പഠിച്ചാൽ മതി. ഓക്കെ, റഫ് ആയിട്ടുള്ള ഡയഗ്രം. നെക്സ്റ്റ്, ഹൗ ടു ടേക്ക് റീഡിങ്. ഇതിൽ റീഡിങ് എടുക്കുന്നത് എങ്ങനെ, ഇതിൽ റീഡിങ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. മൂന്നാമത്തത്, ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്തെങ്കിലും ഡയഗ്രാം വരച്ച് പഠിക്കണം, ഇതിൽ റീഡിങ് എങ്ങനെ എടുക്കണം, ഇതിലെന്ത് സ്പെഷ്യാലിറ്റി ഉണ്ട്. 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഓക്കെ, ആദ്യം ഞാൻ എന്തിലേക്ക് പോകുന്നു, ഈ ടൈപ്പ് കോമ്പസിലേക്ക് പോകുന്നു. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. നോക്കിയേ, ഈ ടൈപ്പ് കോമ്പസിൻ്റെ ഇവിടെ കണ്ടോ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്, ഓക്കെ, ഇവിടെ ഒരു ആംഗിളൊക്കെ, ഒരു മിറർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഈ അറേഞ്ച്മെൻ്റ് എന്താണ്, അതൊരു പ്രിസം ആണ്. ഓക്കെ, പ്രിസം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മിറർ, പ്രിസം ഒക്കെ. അപ്പോൾ പ്രിസം ഉള്ള കോമ്പസ് ആണിത്, സോ ഈ കോമ്പസിൻ്റെ പേരെന്താണ്, പ്രിസ്മാറ്റിക് കോമ്പസ്. ഓക്കെ, പ്രിസം ഉള്ള കോമ്പസ് ആണ് ഈ കോമ്പസ്. അതെന്താണ്, പ്രിസ്മാറ്റിക് കോമ്പസ്. ശരി, ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി, ഇതിൻ്റെ ഡയഗ്രാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ഡയഗ്രാമാണ് വരച്ച് പഠിക്കാം. എല്ലാ കോമ്പസിൻ്റെയും പ്രത്യേകത എന്താണ്, അതിലൊരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടായിരിക്കണം. കാരണം എന്താ, ആ മാഗ്നറ്റിക് നീഡിലിനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് എവിടേക്ക് നോക്കിയിരിക്കും, നോർത്തിലേക്ക് നോക്കിയിരിക്കും. ഞാൻ അതിനെ എങ്ങനെ പിടിച്ച് വെച്ചാലും, ഇനിഷ്യലി ഞാൻ എങ്ങനെ പിടിച്ച് വെച്ചാലും അത് ഫ്രീ ആണെങ്കിൽ എന്ത് ചെയ്യും, കറങ്ങി തിരിഞ്ഞ് നേരെ നോർത്തിൽ നോക്കി നിൽക്കും. ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറിഡിയൻ ആക്കാനായിട്ട് അതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ ആ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് ആ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്ന സാധനം. കണ്ടല്ലോ നിങ്ങൾ, മാഗ്നറ്റിക് നീഡിൽ. ഇനി അതിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ ആ മാഗ്നറ്റിക് നീഡിലിനെ ഒന്ന് വരയ്ക്കുക. ഇങ്ങനെയാണ് ആ മാഗ്നറ്റിക് നീഡിൽ നിൽക്കുന്നത്. ഈ മാഗ്നറ്റിക് നീഡിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. നോക്കിയേ, ഈ മാഗ്നറ്റിക് നീഡിൽ ഇവിടെ ഇങ്ങനെ വന്നതിന് ശേഷം അത് ഒരു സർക്കിളുമായി ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സർക്കിളുമായിട്ട് കണക്റ്റഡ് ആണ്. കണ്ടോ, ഓക്കെ, കണ്ടല്ലേ അല്ലേ. നമ്മൾ ആ നീഡിൽ വെറുതെ ഇങ്ങനെ ഒരു നീഡിലായിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. പകരം എന്താ, ആ നീഡിൽ ഒരു സർക്കിളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക,
ആ പ്രിസ്മാറ്റിക് കോമ്പസ് ഊരിയിട്ട് അതിലെ നീഡിലിങ് എടുത്തിട്ട് വരാൻ. ഓക്കെ, ആ പ്രിസ്മാറ്റിക് കോമ്പസ് വലിച്ച് പൊളിച്ചിട്ട് ആ നീഡിലിങ് എടുത്തുകൊണ്ട് തരാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം മൊത്തത്തിലായിരിക്കും ഇങ്ങനെ ഒരു സാധനമായിരിക്കും നിങ്ങൾ എടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് തരിക. ഇങ്ങനെ ഒരു സാധനമായിരിക്കും നിങ്ങളെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് തരിക, ഇങ്ങനെ ഒരു സാധനം. ഓക്കെ, അല്ലാതെ നീഡിൽ എടുത്തുകൊണ്ട് താന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇത് മാത്രമായി ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ മാത്രമായിട്ട് കൊണ്ടുതരാൻ പറ്റത്തില്ല, കാരണം ഇത് കണക്റ്റഡ് ആണ്. മനസ്സിലായല്ലോ? സോ ഇതായിരിക്കും എന്തെൻ്റെ നീഡിൽ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു റിങ്, ഇതാണ് നീഡിൽ. നീഡിലെന്ന് പറഞ്ഞാൽ ഈ പോർഷൻ തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ആ നീഡിൽ ആ ഒരു റിങ്ങുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. മനസ്സിലായല്ലോ? ശരി, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ വരയ്ക്കാം? ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാ? മാഗ്നറ്റിക് നീഡിൽ വരയ്ക്കുന്നു, അതെന്താണ്? ഒരു റിങ്ങുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയഗ്രാം വരച്ച് പഠിക്കുന്നത്. ഓക്കെ, അതെന്താണ്? ഒരു റിങ്ങുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഇനി ആ റിങ്ങിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കിയേ. നമുക്ക് വേണ്ട ഗ്രാജുവേഷൻസ്. ഓക്കെ, ഗ്രാജുവേഷൻസ് മീൻസ് അതിലെ ആംഗിളുകൾ 0 ഡിഗ്രി, 5 ഡിഗ്രി, 10 ഡിഗ്രി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ റിങ്ങിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ട, ആ റിങ്ങിലാണ് ഇവിടെ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ റിങ്ങിലാണ് എന്തുള്ളത്? നമ്മുടെ ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുള്ളത്. അതാ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ റിങ്ങിലാണ് എന്തുള്ളത്? ഗ്രാജുവേഷൻസ് ഉള്ളത്. സോ നമ്മുടെ ഡയഗ്രത്തിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? ഈ റിങ്ങിലാണ് ഗ്രാജുവേഷൻസ് ഉള്ളത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഗ്രാജുവേഷൻസ് ഉള്ളത് റിങ്ങിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. റിങ്ങിലാണ് ഗ്രാജുവേഷൻസ് ഉള്ളതെന്ന് ഞാൻ മാർക്ക് ചെയ്തു. റിങ്ങിലാണ് ഗ്രാജുവേഷൻസ് ഉള്ളതെന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതാ നോക്കിയേ, ഇതെന്തിലാണ് വെച്ചിരിക്കുന്നത്? ഒരു പെട്ടിയിലല്ലേ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ഒരു പെട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ആ പെട്ടിയിലാണ് എന്തുള്ളത്? എൻ്റെ പ്രിസം ഉള്ളത് ആണല്ലോ. ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ വിത്ത് റിംഗ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഒരു ബോക്സിൻ്റെ അകത്താണ് ഇറക്കി വെച്ചിരിക്കുന്നത്. ബോക്സിൻ്റെ അകത്ത്, ആ ബോക്സിൻ്റെ ഒരറ്റത്ത് എന്തുണ്ട്? പ്രിസമുണ്ട്. ആ പ്രിസം ഉള്ള സ്ഥലത്ത് നിന്നായിരിക്കും ഞാൻ നോക്കുന്നത്. പ്രിസത്തിൽ കൂടെ ആയിരിക്കും ഞാൻ നോക്കുന്നത്. പ്രിസം ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സൈറ്റ് ചെയ്യാനായിട്ട് ഒരു വെയിനും ഉണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? ഈ ഗ്രാജുവേറ്റഡ് റിംഗ് ഇരിക്കുന്നത് എന്തിലാണ്? ഒരു പെട്ടിയുടെ ഉള്ളിലാണ്. ആ പെട്ടി ഞാൻ വരച്ചു. കണ്ട, ഇതെന്താണ്? ഔട്ടർ ബോക്സ്. ഞാൻ എല്ലാം കൂടെ അടയാളപ്പെടുത്തിയത് കൺഫ്യൂഷൻ ആക്കാൻ നിൽക്കുന്നില്ല, പറഞ്ഞു പോവുകയാണ്. ഈ മഞ്ഞ വര എന്താണ്? ഔട്ടർ ബോക്സ് ആണ്. എൻ്റെ ഈ ബ്രൗണിലായിട്ടുള്ള പെട്ടി ഔട്ടർ ബോക്സ് ആണ്. ഞാൻ ആ മഞ്ഞ വരച്ച് വരച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു വശത്ത് എന്തുണ്ട്? ഒരു പ്രിസം ഉണ്ടല്ലേ? പ്രിസമുള്ള കോമ്പസ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? സൈറ്റ് ചെയ്യാനായിട്ട് വെയിനും ഉണ്ട്. അതെവിടെ വെച്ചിരിക്കുന്ന? പെട്ടിയിലാണ്. സോ അതിൻ്റെ ഒരു വശത്ത് എന്തുണ്ട്? ഒരു വശത്ത് പ്രിസമുണ്ട്. ഒരു വശത്ത് പ്രിസമുണ്ട്. പ്രിസത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാ? സൈറ്റ് ചെയ്യാനായിട്ട്. ഞാൻ പ്രിസത്തിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് അപ്പുറം കാണാനായിട്ട് എന്തുണ്ട്? ഇവിടെ ഒരു വെയിനും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്ലിറ്റും ഉണ്ട്. നിങ്ങൾ കണ്ടു. ഈ രണ്ട് സാധനം ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സംഭവമാണ് നമുക്ക് ആ ഡയഗ്രത്തിൽ പഠിക്കാനുള്ളത്. ഡയഗ്രത്തിൽ ഇത്രയേ ഉള്ളൂ. വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പോകുന്നില്ല. ഇനി നോക്കിയേ, ഇനി എന്താണ് ഇതിൻ്റെ വർക്കിംഗ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇതാണ് എൻ്റെ കോമ്പസ് എന്ന് എനിക്കറിയാം. ശരി, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ എപ്പോഴും പ്രിസത്തിൽ കൂടെ ആയിരിക്കും എനിക്ക് നോക്കാനുള്ള. ഇത് പ്ലാൻ വ്യൂ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? എനിക്ക് എന്ത് ചെയ്യണം? എപ്പോഴും പ്രിസത്തിൽ കൂടി വേണം നോക്കാനുള്ള. എനിക്ക് നോക്കാനുള്ള. നോക്കിയേ, പ്രിസത്തിൽ കൂടി നോക്കുമ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടണം? റീഡിങ്ങുകൾ കിട്ടണം. പ്രിസത്തിൽ കൂടി നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? റീഡിങ്ങുകൾ കിട്ടണം. നോക്കിയേ, ഞാനിനി ഈ സാധനം, ഈ ഒരു കോമ്പസിനെ, എൻ്റെ ഈ കോമ്പസിനെ AB എന്ന് പറയുന്ന ലൈനിൻ്റെ ബിയറിംഗ് ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നിലവിൽ ഇതിപ്പോൾ എവിടേക്ക് നോക്കിയിരിക്കുക? നോർത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. എൻ്റെ കോമ്പസ് എവിടേക്ക് നോക്കിയിരിക്കുക? നോർത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഓക്കെ, നോർത്ത് ഡയറക്ഷനിലേക്ക് നോക്കിയിരിക്കുകയാണ്. തൽക്കാലം നോർത്ത് ഡയറക്ഷനിലോട്ട് നോക്കിയാണ് എൻ്റെ ഈ കോമ്പസ് ഇരിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളേ,
നോർത്ത് ഡയറക്ഷനിലേക്ക് എൻ്റെ കോമ്പസ് നോക്കിയിരിക്കുന്നു. സപ്പോസ് എനിക്കൊരു വരയുണ്ട്, എനിക്കൊരു ലൈനുണ്ട്, എനിക്കൊരു സർവേ ലൈൻ ഉണ്ട്. ആ ലൈൻ എവിടേക്ക് നോക്കുക? നോർത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ലൈനുണ്ട്. എനിക്ക് എ ബി എന്ന് പറയുന്ന ലൈൻ, എ ബി എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്, നോർത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കോമ്പസിനെ കൊണ്ടുവന്നിട്ട് ഇതായിരുന്നു ആ ലൈൻ എ ബി. ആ കോമ്പസിനെ കൊണ്ടുവന്നിട്ട് ഞാൻ എവിടെ വയ്ക്കും? എയിൽ വെക്കും. എയിൽ ഞാൻ എൻ്റെ കോമ്പസ് വയ്ക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? എയിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള പ്രിസത്തിൽ കൂടി അങ്ങോട്ട് നോക്കണം. എയിൽ നിന്നിട്ട് പ്രിസത്തിൽ കൂടെ എനിക്ക് അങ്ങോട്ട് നോക്കണം. ഓക്കെ, കണ്ടല്ലോ. എയിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കുകയാണ്. എയിൽ നിന്നുകൊണ്ട് ഈ വരയിലേക്ക് നോക്കിയാൽ എനിക്ക് കിട്ടാനുള്ള റീഡിങ് എത്രയായിരിക്കണം? നോക്കിയേ, നോർത്തിലേക്ക് കിടക്കുന്ന ഒരു വര, നോർത്തിൽ കിടക്കുന്ന ഒരു വരയെ പറയുന്ന പേരെന്താണ്? ഡ്യൂ നോർത്ത് ആണല്ലേ. സോ അതിന്റെ ബിയറിംഗ് എത്രയായിരിക്കണം? 0 ഡിഗ്രി ആയിരിക്കണം അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ള. നോർത്തിൽ കിടന്നാൽ 0 ഡിഗ്രി, ഈസ്റ്റിൽ കിടന്നാൽ എത്ര? 90 ഡിഗ്രി, സൗത്തിൽ കിടന്നാൽ എത്ര? 180 ഡിഗ്രി. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നോർത്തിൽ കിടക്കുന്ന ഒരാൾ എത്ര എനിക്ക് പറഞ്ഞു തരാനുള്ളത്? നോർത്തിൽ കിടക്കുമ്പോൾ എനിക്ക് എത്ര റീഡിങ് കിട്ടണം? 0 എന്ന് കിട്ടണം. പറഞ്ഞു മനസ്സിലായല്ലോ. എ ബി എന്ന് പറയുന്ന നോർത്ത് കിടക്കുന്നു. ഞാനിവിടെ കോമ്പസ് കൊണ്ടുവച്ചിട്ട് ഈ പ്രിസത്തിൽ കൂടെ നോക്കുമ്പോൾ, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രിസത്തിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 0 എന്ന് പറയുന്ന റീഡിങ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നല്ലേ റീഡിങ് എടുക്കുന്ന, ഇവിടെ എഴുതിയിരിക്കുന്ന വാല്യൂ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ നോർത്തിലോട്ടുള്ള ഒരു വര നോക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടത്തുള്ളൂ? 0 എന്നും പറഞ്ഞ് ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്, ഇവിടെ 0 കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് നോക്കിയേ, ഈ കോമ്പസിനെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രിസ്മാറ്റിക് കോമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് അതിൻ്റെ സൗത്ത് ആണ്. കോമ്പസിന്റെ സൗത്ത്, കോമ്പസിന്റെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെയല്ലേ. അപ്പൊ കോമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? എൻ്റെ സൗത്ത് ആണല്ലേ, സൗത്ത് ആണ്. ഓക്കെ, സൗത്തിൽ നിന്നാണ് ഞാൻ നോക്കിയത് അല്ലേ, സൗത്തിൽ നിന്നാണ് ഞാൻ നോർത്തിലേക്ക് നോക്കിയത്. എനിക്കിവിടെ 0 കിട്ടണം. സോ ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ്, ഇമ്പോർട്ടൻറ്റ്, ഇൻ പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 ഡിഗ്രി ഈസ് അറ്റ് സൗത്ത്. ഓക്കെ, കോമ്പസിന്റെ സൗത്തിലായിരിക്കും എത്ര? 0 ഡിഗ്രി കൊടുത്തിരിക്കുന്നത്. എന്നാൽ മാത്രമേ നോർത്തിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു വരയ്ക്ക് എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? 0 ഡിഗ്രി കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ശരി, അപ്പൊ ഇവിടെ 0 ആണെങ്കിൽ എത്ര വരും? ഇവിടെ വരുമ്പോഴത്തേക്ക് 90 ഡിഗ്രി വരും. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര വരണം? 180 ഡിഗ്രി വരണം. 180. സോ നോർത്തിൽ എത്രയായിരിക്കും കാണിച്ചിരിക്കുന്നത്? ഇൻ പ്രിസ്മാറ്റിക് കോമ്പസിന്റെ നോർത്തിൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ഈസ് അറ്റ് നോർത്ത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇതിങ്ങനെ തിരിഞ്ഞു പോകും. നോക്കിയേ, നോർത്തിലേക്കുള്ള ഒരു വരയെ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് എത്ര കാണിക്കണം? 0 ഡിഗ്രി എന്ന് കാണിക്കണം. സോ എന്ത് ചെയ്യണം? സൗത്തിലെ എനിക്ക് 0 എഴുതാൻ പറ്റത്തുള്ളൂ. നോർത്തിൽ 180 വന്നല്ലേ, നോർത്തിൽ 180 വന്നു. സോ ഇത് ഏത് ഡെസിഗ്നേഷൻ ആണ്? ഏത് ബിയറിംഗ് സിസ്റ്റമാണ്? ക്വാഡ്രന്റൽ ബിയറിംഗ് ആണോ, ഹോൾ സർക്കിൾ ബിയറിംഗ് ആണോ? മേളിൽ 180 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ക്വാഡ്രന്റൽ ബിയറിംഗിൽ എപ്പോഴും 90 വരെ ആംഗിൾ ഉണ്ടാകത്തുള്ളൂ. സോ 180 വരണമെങ്കിൽ ഇതെന്താണ്? ഹോൾ സർക്കിൾ ബിയറിംഗിലാണ് ഉള്ളത്. എല്ലാം നമ്മൾ ഡയഗ്രാം വരച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റമാണ്. എന്തുകൊണ്ട്? നമുക്ക് മനസ്സിലായി. 0 to 360 ഡിഗ്രി ഉണ്ട്. കാരണം എന്താ? 0 അറ്റ് സൗത്ത്, 180 അറ്റ് നോർത്ത്. ഓക്കെ ആണല്ലോ. ശരി, അപ്പൊ ഇത് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ്. ഇനി അടുത്ത കാര്യം നോക്കാം. ഞാൻ എവിടെ നിന്നാ റീഡിങ് എടുത്തേ? ഞാൻ സൗത്തിൽ നിന്നാ റീഡിങ് എടുത്തത് അല്ലേ. എവിടെ നിന്നാ ഞാൻ എൻ്റെ ലൈൻ എ ബി എന്ന് പറയുന്ന ലൈനിലേക്ക് ഞാൻ നോക്കിയത്? ഞാൻ ഇവിടെ നിന്നിട്ടാണ് റീഡിങ് എടുത്തത്. ഞാൻ എവിടെ നിന്നാ നോക്കിയത്? അതേ സ്ഥലത്ത് നിന്നിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്? ആ പ്രിസത്തിൽ കൂടെ നോക്കുകയും ചെയ്തത്. എന്താ സംഭവിച്ചേ? ഞാൻ എൻ്റെ കോമ്പസിനെ എ ബിയിലേക്ക് നോക്കി നിർത്തുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നു. ആ നോക്കിയപ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? പ്രിസത്തിൽ കൂടി ആ റീഡിങ് കാണാൻ പറ്റി 0 ഡിഗ്രി ആണെന്ന്. നോക്കി, ഞാൻ ഇവിടെ നിൽക്കുന്നു, എൻ്റെ ലൈനിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ എത്രയാണ് ആംഗിൾ എന്ന് എനിക്ക് കാണാൻ പറ്റുന്നു. ഞാനത് എഴുതുന്നു. സോ സൈറ്റിംഗ് ആൻഡ് റീഡിങ്സ് ആർ ടേക്കൺ സൈമൾട്ടേനിയസ്ലി. ഇവിടെ നിന്ന് നോക്കി ഇവിടെ തന്നെയാണ് എനിക്ക് റീഡിങ് കിട്ടുന്നത്. സോ സൈറ്റിംഗ്
ആൻഡ് റീഡിങ്സ് ആർ ടേക്കൺ സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് തന്നെ ഞാൻ ഇവിടെ നിന്ന് മേളിലേക്ക് നോക്കുന്നു, അപ്പോൾ തന്നെ എനിക്ക് റീഡിങ് കാണാൻ പറ്റി. സൈറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും ഒരേ സമയത്താണ്. ഇനി ഇതാ നോക്കിയേ, ഇതെന്ന് പറയുന്ന ഒരു പ്രിസമാണ്. പ്രിസത്തിൽ കൂടി നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? ഇവിടെ ഒരു റീഡിംഗ് ഉണ്ടെങ്കിൽ ആ റീഡിങ്ങിൽ നിന്നുള്ള ലൈറ്റ് പ്രിസത്തിൽ കയറിയിട്ട് വേണം നമ്മുടെ കണ്ണിലേക്ക് വരാനുള്ള. ഓക്കെ അല്ലേ? ഡയറക്റ്റ് നമ്മൾ ആ റീഡിങ്ങിലേക്കല്ല നോക്കുന്നത്, നമ്മൾ പ്രിസത്തിലേക്കാണ് നോക്കുന്നത്. ആ പ്രിസമാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് താഴത്തെ റീഡിങ് കാണിച്ചു തരുന്നത്. സോ തിരിച്ചു നോക്കുകയാണെങ്കിൽ ആ റീഡിങ്ങിൽ നിന്ന് വരുന്ന ലൈറ്റ് ആദ്യം എവിടെ ഇരിക്കും? പ്രിസത്തിലിരിക്കും. പിന്നെ ഡീവിയേറ്റ് ചെയ്ത് കണ്ണിലേക്ക് വരും. കണ്ട, ഒരു തവണ അത് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്ന റീഡിങ്സ് നമ്പർ ഉണ്ടല്ലോ, വാല്യൂസ്, ഇപ്പൊ 22 ഡിഗ്രി എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇതിനെ ഇൻവെർട്ടഡ് ആയിട്ട് എഴുതണം. ഡയറക്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇൻവെർട്ടഡ് ആയിട്ട് എഴുതണ്ട, കറക്റ്റ് എറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. അതേസമയം എന്ത് ചെയ്യുന്നു, ഇത് ഒരു തവണ പ്രിസത്തിൽ കയറിയിട്ടാണ് എൻ്റെ കണ്ണിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ തലതിരിച്ചെഴുതണം, ഇൻവെർട്ടഡ് ആയിട്ട് എഴുതണം, തലതിരിച്ചെഴുതണം. എന്നാൽ മാത്രമേ പ്രിസത്തിൽ കയറിയിട്ട് എൻ്റെ കണ്ണിൽ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അതിനെ ഇറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. സോ റീഡിങ്സ് are written or engraved in the graduated circle or ring inverted ആയിട്ടാണ്, inverted പൊസിഷൻ. ഓക്കെ, ഇൻവെർട്ടഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? റീഡിങ്സുകൾ ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട്? പ്രിസത്തിൽ കയറി കണ്ണിൽ വരുമ്പോൾ എനിക്ക് ഡയറക്റ്റ് കാണാനായിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഇതിനെ ഇൻവെർട്ടഡ് ആയിട്ട് വേണം എഴുതാനുള്ള. ഡയറക്റ്റ് എഴുതിയിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ഞാൻ ഇൻവെർട്ടഡ് ആയിട്ട് എഴുതണം. ഓക്കെ ആണല്ലോ? ശരി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഇൻവെർട്ടഡ് ആയിട്ടായിരിക്കും ഉള്ളത്. ഇനി ഇതാ നോക്കിയേ, ഞാൻ ഇത്രയും നേരവും ഞാൻ ഡീൽ ചെയ്തത് എന്തിനെയാണ്? ഒരു നോർത്തിലേക്ക് നോക്കി നിന്ന ഒരു ലൈനിനെയാണ് ഞാൻ ഡീൽ ചെയ്തത്. ഓക്കെ, നോർത്തിലേക്ക് ഇതാ AB എന്ന് പറയുന്ന ഈ ഒരു ലൈനാണ് ഞാൻ എന്ത് ചെയ്തത്? ഇത്രയും നേരം ഡീൽ ചെയ്തത്. എന്ത് ചെയ്തു? ഞാൻ ഇവിടെ വന്നിട്ട് നോക്കി, 0 ഡിഗ്രി കിട്ടി. 0 ഡിഗ്രി എന്നുള്ള ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി കഴിഞ്ഞു. എവിടെ കൂടെ നോക്കി? പ്രിസത്തിൽ കൂടെ നോക്കി. ഓക്കെ ആണല്ലോ? ഇത്രയാണ് ചെയ്തത്. അതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. സൗത്തിൽ 0 ഡിഗ്രിയാണ്, ഇവിടെ 180 ഡിഗ്രിയാണ്, ഇത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ്, ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഇതാ നോക്കിയേ, നമ്മൾ ആദ്യം പറഞ്ഞ എൻ്റെ ലൈൻ ഇങ്ങനെ AB, എൻ്റെ ലൈൻ ഇത് ഏത് ക്വാഡ്രൻ്റാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുവാണ് അല്ലേ? ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? നോക്കിയേ, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പ്രിസ്മാറ്റിക് കോമ്പസ് കൊണ്ട് വെക്കണം. പ്രിസ്മാറ്റിക് കോമ്പസ് ഞാൻ അവിടെ കൊണ്ടുവച്ചു, എയിൽ കൊണ്ടുവച്ചു. ഓക്കെ, AB ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകുന്ന ഒരു ലൈനാണ്. പ്രിസ്മാറ്റിക് കോമ്പസ് ഞാൻ അവിടെ കൊണ്ടുവച്ചു. ഓക്കെ, പ്രിസ്മാറ്റിക് കോമ്പസിന്റെ പ്രത്യേകത എന്താ? അതിൽ നീഡിലുണ്ടല്ലേ? നീഡിൽ എപ്പോഴും എവിടോട്ട് നോക്കിയിരിക്കും? നോർത്തിലേക്ക് നോക്കിയിരിക്കും അല്ലേ? നീഡിൽ എപ്പോഴും എവിടെ നോക്കിയിരിക്കും? നോർത്തിൽ നോക്കിയിരിക്കും. ഇതാ നീഡിൽ എപ്പോഴും നോർത്തിലേക്ക് നോക്കിയിരിക്കുള്ളൂ. നീഡിലാണ് ആരുള്ളത്? റിംഗ് ഉള്ളത്. സോ റിങ്ങും അതേ പൊസിഷനിൽ തന്നെയായിരിക്കും. ഗ്രാജുവേറ്റഡ് റിംഗ് എന്ത് തന്നെയായിരിക്കും? അതേ പൊസിഷനിൽ തന്നെയായിരിക്കും അല്ലേ? അതേ പൊസിഷനിൽ തന്നെയായിരിക്കും. പക്ഷേ എൻ്റെ പ്രിസം എവിടെയാണുള്ളത്? എൻ്റെ പ്രിസം ഉള്ളത് ഔട്ടർ ബോക്സിലാണ്. സോ എനിക്ക് ഈ ലൈൻ കാണണമെങ്കിൽ, AB എന്ന് പറയുന്ന ലൈൻ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഇരുന്ന പ്രിസമുള്ള ആ ബോക്സിനെ റൊട്ടേറ്റ് ചെയ്ത്, ഇവിടെ എന്തുണ്ട്? വെയിൻ ഉണ്ടല്ലേ? ഈ പ്രിസമുള്ളതിനെ ഞാൻ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്ത് എന്ത് പറ്റും? പ്രിസം ഇവിടെ എത്തും. ഓക്കെ, പ്രിസം എവിടെ എത്തി? ഇവിടെ എത്തി. ഇവിടെയാണ് എന്തുള്ളത്? പ്രിസം എത്തി. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ ഐസൈറ്റ് അല്ലെങ്കിൽ സൈറ്റ് വെയിൻ എവിടെ വരും? ഇവിടെ വരും, ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് എന്ത്? ഞാനൊരു ചരിഞ്ഞ വരയിൽ നോക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരു ചരിഞ്ഞ വരയിലേക്ക് നോക്കുമ്പോൾ സംഭവിക്കുന്നത്. ശരി, ഇപ്പൊ എന്താ സംഭവിച്ചേ? എൻ്റെ ഗ്രാജുവേഷൻസ് എവിടെയാണ് കിടക്കുന്നത്? ഇതിലാണ് 0 ഡിഗ്രി അല്ലേ? 0 ഡിഗ്രി നമ്മൾ നേരത്തെ നോക്കി. സൗത്തിൽ 0 ഡിഗ്രി. ഇവിടെ എത്ര കാണിക്കുന്നുണ്ട്? 180 ഡിഗ്രിയും കാണിക്കുന്നുണ്ട്. നോക്കിയേ,
ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് കൂടുന്നത്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇവിടെയാണ് 90 ഡിഗ്രി. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കൂടി പോകുന്നത്. അതും കൂടെ വേണമെങ്കിൽ എഴുതിക്കോ. അത് നമുക്കിവിടെ അതെല്ലാം ഡയഗ്രം വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കേട്ടോ. കാണാതെ പഠിക്കാൻ നിൽക്കണ്ട, ഡയഗ്രം വരച്ച് പഠിച്ചാൽ മതി. എന്താ ആംഗിൾ ഇൻക്രീസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ആംഗിൾ പോകുന്നത്. നോക്കിയേ, എനിക്കിവിടെ എത്രയാണെന്ന് അറിയാം, ഇവിടെ 0 ഡിഗ്രി ആണെന്ന് അറിയാം, 0 ഡിഗ്രി ആണെന്ന് അറിയാം. ഇവിടെ എത്രയാണെന്ന് അറിയാം, 90 ഡിഗ്രി ആണെന്നും അറിയാം. നോക്കിയേ, എൻ്റെ ലൈൻ എങ്ങനെയാണ് കിടന്നത്, AB എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ലൈൻ. AB ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ലൈനാ. സോ എന്തായിരിക്കും, ആംഗിൾ എപ്പോഴും 0ക്കും 90ക്കും ഇടയിലുള്ള ഒരു ആംഗിളെ ഇവിടെ കിട്ടത്തുള്ളൂ. നോക്കിയേ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ എത്രയുണ്ട്, എൻ്റെ റിങ്ങിൽ 0 ഉണ്ട്, 10 ഉണ്ടാവാം, 20 ഉണ്ടാവാം, 30 ഉണ്ടാകാം, 40 ഉണ്ടാകാം, 50 ഉണ്ടാകാം, എന്താ ഇവിടെ 90. കണ്ടോ, എൻ്റെ ഗ്രാജുവേറ്റഡ് സർക്കിളിലാണ് എന്തുള്ളത്, ഗ്രാജുവേഷൻസ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഞാനിപ്പോൾ എവിടെ നിൽക്കുക, എൻ്റെ പ്രിസത്തിൻ്റെ അടുത്ത്. പ്രിസത്തിൽ കൂടെ അല്ലേ നോക്കുന്ന, ഞാൻ പ്രിസത്തിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആംഗിൾ എത്രയാണെന്ന് ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് 50 എന്ന് പറയുന്ന ഒരു ആംഗിൾ കിട്ടി. കണ്ടോ, 50 എന്ന് പറയുന്ന ആംഗിൾ കിട്ടി. നോക്കിയേ, ഈ ലൈൻ AB എന്ന് പറയുന്ന 0ക്കും 90ക്കും ഇടയിലുള്ള ഒരു ആംഗിൾ തന്നെയാണ് തരാനുള്ളതെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. സംഭവം മനസ്സിലായല്ലോ, കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഈ പ്രിസം ഔട്ടർ റിങ്ങിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്താ, ഗ്രാജുവേറ്റഡ് സർക്കിൾ റൊട്ടേറ്റ് ആവത്തില്ല, അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കും. ഗ്രാജുവേറ്റഡ് സർക്കിൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഞാൻ എന്ത് ചെയ്യണം, ഈ പ്രിസത്തിൽ കൂടെ നോക്കിയിട്ട് റീഡിങ് എടുക്കണം. മനസ്സിലായല്ലോ എന്താണ് സംഭവിച്ചതെന്ന്. നോക്കിയേ, ഇതിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇനിയാണ് ഇതിൻ്റെ എന്താ സ്പെഷ്യാലിറ്റി നോക്കാനുള്ള. ഓക്കെ, സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെനിക്ക് എന്ത് ചെയ്യാം, ക്യാൻ യൂസ് വിത്ത് ഓർ വിത്തൗട്ട് ട്രൈപ്പോഡ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ വീഡിയോയോ ഇതിൻ്റെ ഇമേജസോ ഒക്കെ എന്ത് ചെയ്യുക, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. വി ക്യാൻ യൂസ് ഇറ്റ് വിത്ത് ഓർ വിത്തൗട്ട് ട്രൈപ്പോഡ് വെച്ചും വെക്കാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. ഓക്കെ, 30 മിനിറ്റ് ആണ്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ പ്രിസ്മാറ്റിക് കോമ്പസിൽ ഡീൽ ചെയ്യാനുള്ളത്. നോക്കിയേ, ആദ്യം എന്ത് ചെയ്യണം, ഈ പടം ഒന്ന് കാണണം. ജസ്റ്റ് പടം ഒന്ന് കാണണം. പടത്തിൽ എന്തൊക്കെ ഉണ്ട്, പ്രിസമുണ്ട്, നീഡിലുണ്ട്. നോക്കിയേ, ഈ നീഡിൽ എന്താ, ഈ നീഡിലിൻ്റെ സൈസ് എന്താ, ഇത് നോക്കിയാൽ നല്ല വീതിക്കിരിക്കുകയല്ലേ, നല്ല വീതിക്കാണ് എന്തുള്ളത്, എൻ്റെ നീഡിലുള്ള. സാധാരണ നമ്മൾ നീഡിൽ എന്നൊക്കെ പറയുമ്പോൾ സൂചി എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കാനുള്ളത്, ഇതിങ്ങനെ നല്ല ഷാർപ്പായിട്ടല്ലേ ഇരിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ എങ്ങനെ ഇരിക്കുന്നത്, നല്ല വീതിക്കല്ലേ ഇരിക്കുന്നത്. സോ ഇതിനെ പറയുന്ന പേരെന്താണ്, ബ്രോഡ് ടൈപ്പ് നീഡിൽ. എന്തെന്ന് പറയും, വീതിയുള്ള നീഡിൽ, ബ്രോഡ് ടൈപ്പ് നീഡിൽ എന്നാണ് നമ്മൾ ഇതിനെ പറയുക, ബ്രോഡ് ടൈപ്പ് നീഡിൽ. പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിന് അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കുക. ഈ പടം മനസ്സിൽ ഫോട്ടോ എടുത്ത് വെക്കുക, പ്രിസം എല്ലാം വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇത് എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഗ്രാജുവേറ്റഡ് റിങ് ഒരിക്കലും അനങ്ങൂല. അതെന്ത് സംഭവിക്കും, അത് നോർത്തിൽ തന്നെ നിൽക്കും. എൻ്റെ
പ്രിസമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എനിക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും കണ്ടുപിടിക്കും. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് എന്ത് പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. സർവേസ് കോമ്പസ് ഈ ചെയ്ത കാര്യങ്ങളെല്ലാം അതിൻ്റെ ആ ഒരു വെർഷനിൽ എങ്ങനെ വരുമെന്ന് നോക്കിയാൽ അതാ നോക്കിയേ. ഇവിടെ എന്ത് ചെയ്യുക, പടമാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രിസമുള്ള കോമ്പസ് പ്രിസ്മാറ്റിക് കോമ്പസ്. ഇവിടെ പ്രിസം ഒന്നും കാണുന്നില്ലല്ലോ, എവിടെയും പ്രിസം ഒന്നും ഇല്ലല്ലോ. സോ ഇതെന്താണ് നമ്മുടെ സർവേയസ് കോമ്പസ്. സർവേയസ് കോമ്പസ്, സർവേയസ് കോമ്പസ്. ഇതെന്താണ് നമ്മുടെ സർവേയസ് കോമ്പസ്. ഓക്കെ, ശരി. ഇതാ നോക്കിയോ, ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം. നേരത്തെ ചെയ്ത അതേപോലത്തെ കാര്യങ്ങൾ. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ നീഡിലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ മാഗ്നറ്റിക് നീഡിലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദേ നോക്കിയേ, ഇതിനെയാണ് കറക്റ്റ് നീഡിലെന്ന് പറയാൻ പറ്റുന്നത് അല്ലേ. ഇതാ നോക്കിയേ, സൂചി പോലെ കൂർത്ത് ദേ ഇവിടെ ഇരിക്കുന്നു. ദേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ പടത്തിൽ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ദേ ഇവിടെ കണ്ടോ, ഒരു ഗ്യാപ്പുണ്ട്. ദേ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. എൻ്റെ നീഡിൽ എൻ്റെ ഗ്രാജുവേറ്റഡ് സർക്കിളുമായിട്ട് കണക്റ്റഡ് അല്ല. എൻ്റെ നീഡിൽ ഗ്രാജുവേറ്റഡ് സർക്കിളുമായിട്ട് കണക്റ്റഡ് അല്ല. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ കാര്യം എഴുതാം. എന്താണ് ഇതിൽ തന്നിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് എഴുതാം. എന്താ ഫസ്റ്റ് വൺ ഈസ്, എന്താ നമുക്ക് എഴുതാനുള്ളത്? ഫസ്റ്റ് വൺ ഈസ് നീഡിൽ. First one is needle is of edge type. Edge type. നേരത്തെ എന്തായിരുന്നു? ബ്രോഡ് ടൈപ്പ്. ഇവിടെ എന്താണ്? എഡ്ജ് ടൈപ്പ്. എന്താ എഡ്ജ് എന്ന് പറഞ്ഞാൽ? എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു വശം അല്ലേ, ഒരു വശം. നോക്കിയേ, എനിക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ ഇതാണ് എന്ത്, അതിൻ്റെ എഡ്ജ്. ഒരു വശം, ഒരു വര പോലെ, ഒരു വശം, ഒരു വര പോലെ. നോക്കിയ ഒരു വര പോലെയുള്ളു. നേരത്തെ എന്തായിരുന്നു? ഇങ്ങനെ ബ്രോഡായിട്ടാണ് ഇരുന്നത് അല്ലേ. ഇവിടെ ബ്രോഡായിട്ടൊന്നും ഇരിക്കുന്നില്ല, ഒരു വര പോലെ, എഡ്ജ് ടൈപ്പ്. ഓക്കെ, നീഡിൽ ഈസ് ഓഫ് എഡ്ജ് ടൈപ്പ്. അതാണ് നമുക്കെന്ത് ഫസ്റ്റ് പറയാനുള്ളത്. ഇനി എന്താ? ഗ്രാജുവേറ്റഡ് സർക്കിൾ നീഡിലുമായിട്ട് കണക്റ്റഡ് അല്ല. ഓക്കെ, ഗ്രാജുവേറ്റഡ് സർക്കിൾ. ഗ്രാജുവേറ്റഡ് സർക്കിൾ എന്താ? ഗ്രാജുവേറ്റഡ് സർക്കിൾ ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് മാഗ്നറ്റിക് നീഡിൽ. മാഗ്നറ്റിക് നീഡിലുമായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷെ എവിടെയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? കണക്റ്റഡ് ടു ഔട്ടർ ബോക്സ്. ഓക്കെ, ഔട്ടർ ബോക്സുമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഞാൻ നീഡിൽ വരയ്ക്കണം അല്ലേ, മാഗ്നറ്റിക് നീഡിൽ വരയ്ക്കണം. എവിടെ എൻ്റെ മാഗ്നറ്റിക് നീഡിൽ? ഇതാ മാഗ്നറ്റിക് നീഡിൽ വരയ്ക്കുക. ഇതാ മാഗ്നറ്റിക് നീഡിൽ വരച്ചു. ഓക്കെ, മാഗ്നറ്റിക് നീഡിലിന് ചുറ്റും ആരുണ്ട്? ഒരു സർക്കിൾ ഉണ്ട് അല്ലേ, ഔട്ടർ സർക്കിൾ ഉണ്ട്. ഓക്കെ, ആ സർക്കിളിലാണ് എന്തുള്ളത്? ഗ്രാജുവേഷൻസ് ഉള്ളത്. ഓക്കെ, ഞാൻ എൻ്റെ നീഡിൽ വരച്ചു. എന്നിട്ട് ഇപ്പോൾ വരച്ച എന്താണ്? ഈ ഔട്ടർ സർക്കിളാണ് ഞാനിപ്പോൾ വരച്ചത്. ഓക്കെ, ഔട്ടർ സർക്കിൾ വരച്ചു. ആ സർക്കിളിലാണ് എന്തുള്ളത്? റീഡിങ്സ് ഉള്ളത് അല്ലേ. സർക്കിളിലാണ് എന്തുള്ളത്? റീഡിങ്സ് ഉള്ളത്. ആ സർക്കിളിലാണ് എന്തുള്ളത്? റീഡിങ്സ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്തു? ആ റീഡിങ്സ് സർക്കിളിലാണുള്ളതെന്ന് ഡയഗ്രാം വരച്ച് പഠിച്ചു. റീഡിങ്സ് ഉള്ള സർക്കിളിലാണ്. എന്താ നോക്കിയേ, ഈ നീഡിലും ഈ റീഡിങ്സും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ ആണല്ലോ. എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഗ്രാജുവേറ്റഡ് റിങ് എന്ത് ചെയ്യുന്നു? ഔട്ടർ ബോക്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഗ്രാജുവേറ്റഡ് റിങ് എന്ത് ചെയ്തിരിക്കുന്നു? ഔട്ടർ ബോക്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഔട്ടർ ബോക്സ് കൂടി വരയ്ക്കുന്നു. ഔട്ടർ ബോക്സ് കൂടി വരയ്ക്കുന്നു. ഓക്കെ, ഈ ഔട്ടർ ബോക്സുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഗ്രാജുവേഷൻസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ശരി, ഇനി എന്തുണ്ട്? ഇതാ നോക്കിയേ, ഇവിടെ അപ്പുറം ഇപ്പുറം രണ്ട് വെയിനുകളുണ്ട്. നേരത്തെ പോലെ ഇവിടെ എന്തുണ്ട്? ഒരു വെയിൻ ഉണ്ട്. നേരത്തെ പ്രിസം ആയിരുന്നില്ല, ഇവിടെ പ്രിസം ഇല്ല. അപ്പുറം ഇപ്പുറം സൈറ്റ് ചെയ്യാനായിട്ട് എന്തുണ്ട്? നമുക്ക് രണ്ട് വെയിൻസ് ഉണ്ട്. ഓക്കെ, ഇതാ നോക്കിക്കോ, ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് എൻ്റെ ഈ കോമ്പസിൻ്റെ സൗത്ത് പോർഷൻ, കോമ്പസിൻ്റെ നോർത്ത് പോർഷൻ, കോമ്പസിൻ്റെ. ശരി, ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നിട്ട്
ഈ വെയിനിൽ കൂടി അങ്ങോട്ട് നോക്കണം. ഓക്കെ, നമ്മുടെ സർവേയേഴ്സ് കോമ്പസിൽ ഗ്രാജുവേഷൻസ് തന്നിരിക്കുന്നത് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിലാണ്. ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം ആകുമ്പോൾ എത്ര? നോർത്തിലും സൗത്തിലും എന്ത് വരണം? 0 ഡിഗ്രി വരണം. നോർത്തിലും സൗത്തിലും എത്ര വരണം? 0 ഡിഗ്രി വരണം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈസ്റ്റിലും വെസ്റ്റിലും 90 ഡിഗ്രി തന്നെയാണ് വരാനുള്ളത്. ഞാൻ നോക്കി 90 എഴുതിയിട്ടുള്ളൂ, ഈസ്റ്റും വെസ്റ്റും ഒന്നും ഞാൻ അവിടെ എഴുതിയിട്ടില്ല കേട്ടോ. ഇനി ഇതാ നോക്കിക്കോ, അതും കൂടെ നമുക്ക് എഴുതാം. ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്ന് എഴുതാം. എന്താണ്? ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റമാണ്. എത്ര? നോർത്തിലും സൗത്തിലും 0 ഡിഗ്രി. അതുപോലെ ഈസ്റ്റിലും വെസ്റ്റിലും 90 ഡിഗ്രി. അതുപോലെ ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ നമുക്ക് 2 ലൈനുകൾ അളക്കാം. ഫസ്റ്റ് ലൈൻ ഏതാണ്? ഇങ്ങനെ ഉള്ള ഒരു ലൈൻ, നോർത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ലൈൻ. നോക്കിയേ, സർവേയേഴ്സ് കോമ്പസിലെ നീഡിലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു അടയാളം കാണും. നോർത്ത് ഭാഗത്തായിട്ട്, ഇത് നോർത്താണെന്ന് കാണിക്കാനായിട്ട് അവിടെ എന്തെങ്കിലും ഒരു അടയാളം അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നോർത്താണെന്ന് കാണിക്കാൻ. നോർത്തെന്ന് എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ, അതിന് വരെ എന്ത് ചെയ്യും? നീഡിലിന് എന്തെങ്കിലും ഒരു കളർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്ത് ഈ കളർ കൊടുത്തിരിക്കുന്ന നോർത്തിൽ പോയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാനുള്ളത്? റീഡിങ് എടുക്കാനുള്ളത്. മനസ്സിലായോ? നോക്കിയേ, ഞാൻ ഈ സൗത്തിൽ നിന്ന് എനിക്കിപ്പോൾ എന്ത് ചെയ്യണം? AB, എൻ്റെ ലൈൻ എന്താണ്? AB എന്ന് പറയുന്ന ലൈനാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? എയിൽ എൻ്റെ കോമ്പസിനെ കൊണ്ട് വെക്കുന്നു. കോമ്പസിനെ കൊണ്ട് വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഞാൻ ഈ ഒരു ഇവിടെ ഒരു വെയിനുണ്ട്, അതുപോലെ ഇപ്പുറത്തായിട്ടൊരു വെയിനുണ്ട്. ഈ വെയിനിൽ കൂടി നോക്കുമ്പോൾ എനിക്ക് ഇപ്പുറത്തെ വെയിൻ വെച്ച് B എന്ന് പറയുന്ന സ്ഥലത്ത് റേഞ്ചിങ് റോഡ് കാണണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് അവിടെ വെക്കണമെങ്കിൽ അലൈൻ ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് നടക്കുന്ന വേണ്ട ചെറിയൊരു സംഭവമാണ്, ചെറിയൊരു കോമ്പസാണ്. എന്നാലും ഇവിടെ ഞാൻ അലൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ റീഡിങ് എടുക്കുന്നത് എവിടെ വന്നിട്ടാണ്? ഇപ്പുറത്ത് വന്ന് നിന്നിട്ടാണ് ഈ നോർത്ത് എങ്ങോട്ട് നോക്കി നിൽക്കുന്നു എന്ന് നോക്കണത്. മനസ്സിലായല്ലോ? റീഡിങ് ഇവിടെ നിന്ന് എടുക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു? നോർത്തിൽ പോയിട്ട് ഈ സൂചി ഈ നോർത്ത് എങ്ങോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് ഞാൻ എടുക്കാനുള്ളത്. ഇവിടെ കണ്ടോ? ഇവിടെ ഒരു റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? സോ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ റെഡുള്ള ഭാഗം ഏത് റീഡിങ്ങിലോട്ട് നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ബിയറിങ് തരുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ പോയി നോക്കണം. ഇപ്പം എന്താ ചെയ്തത്? നേരത്തെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നോക്കി അവിടെ തന്നെ അപ്പം തന്നെ റീഡിങ് എടുത്തു. ഇവിടെ അങ്ങനെയല്ല, നോക്കി സെറ്റ് ചെയ്ത് വെച്ചു, എന്നിട്ട് ഞാൻ പോയി നോർത്തിൽ പോയി റീഡിങ് എടുക്കണം. അപ്പോൾ എന്താ? സൈറ്റിങ്ങും റീഡിങ്ങും ഒരേ സമയത്ത് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, സൈറ്റിംഗ് ആൻഡ് ബിയറിങ്സ് ആർ നോട്ട് ടേക്കൺ സൈമൾട്ടേനിയസ്ലി. ഒരുമിച്ചെടുക്കാൻ പറ്റത്തില്ല. വേറൊരു കാര്യം കൂടെ നമുക്കിവിടെ പറയാം. ആദ്യം ഞാൻ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് അവിടെ വെക്കണം. സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പോയി റീഡ് ചെയ്യാൻ. സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവനെ താങ്ങി പിടിക്കാൻ ഇവിടെ ഒരാൾ വേണം. സെറ്റ് ചെയ്ത് വെച്ചാൽ ആ കുറച്ച് സമയത്തേക്ക് ഇതിനെ താങ്ങി പിടിക്കാൻ ആൾ വേണം. ആര് വേണം? ട്രൈപോഡ് വേണം. ട്രൈപോഡ് ഈസ് മസ്റ്റ് ഹിയർ. നെക്സ്റ്റ്, ട്രൈപോഡ് ഈസ് മസ്റ്റ് ഹിയർ. അവിടെ മസ്റ്റ് അല്ല. കാരണം എന്താ? ഞാൻ സൈറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ റീഡിങ് എടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ടൈം ഗ്യാപ്പ് ഇല്ല, ഇതിനെ പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പുറത്ത് പോയി റീഡ് ചെയ്യണം. ആ ഒരു ടൈം ഗ്യാപ്പിൽ അവരെ താങ്ങാനായിട്ട് അവിടെ ഒരാൾ വേണം. സോ ട്രൈപോഡ് ഈസ് മസ്റ്റ് ഹിയർ. ഓക്കെ ആണല്ലോ? ശരി, ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി മാത്രമേ എനിക്ക് നോക്കാനുള്ളൂ. ഒരു കാര്യം കൂടെ എനിക്ക് നോക്കാനുള്ളൂ. നോക്കിയേ, എൻ്റെ ലൈൻ എങ്ങനെയാണ് കിടക്കുന്നത് നോക്കാം. എൻ്റെ ലൈൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. നേരത്തെ എടുത്ത് അതേപോലെ എനിക്കറിയാം എന്താ ഇത് ഏത് ക്വാർട്ടറിലെ ലൈനാണ്? ഫസ്റ്റ് ക്വാർട്ടറിലെ ലൈനാണ്. അതായത് നോർത്തിനും ഈസ്റ്റിനും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് എനിക്ക് കിട്ടാനുള്ളതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം.
ഓക്കെ ആണല്ലോ. ശരി, അതവിടെ നിൽക്കട്ടെ. ആ ലൈൻ എങ്ങനെ ഞാൻ മെഷർ ചെയ്യുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആ ലൈൻ എങ്ങനെ മെഷർ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദേ ഇതാണ് എനിക്ക് മെഷർ ചെയ്യാനുള്ള ലൈൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കോമ്പസിനെ അവിടെ കൊണ്ടുവയ്ക്കുന്നു. കോമ്പസിൽ എന്തുണ്ട്, ഒരു നീഡിലുണ്ട്. കോമ്പസിന് എന്തുണ്ട്, ഒരു നീഡിലുണ്ട്. ആ നീഡിൽ എപ്പോഴും നോർത്തിലേക്ക് നോക്കിയേ നിൽക്കത്തുള്ളതെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. ഓക്കെ, അതിന് ചുറ്റും എന്തുണ്ട്, അതിന് ചുറ്റും ഗ്രാജുവേറ്റഡ് സർക്കിളുണ്ട്. ഗ്രാജുവേറ്റഡ് സർക്കിളിൻ്റെ ടോപ്പിൽ ആരുണ്ട്, നോർത്ത് ഉണ്ട്. അവിടെ 0 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ എന്തുണ്ട്, സൗത്ത് ഉണ്ട്. 0 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോർത്ത്, ഈസ്റ്റും വെസ്റ്റ് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോഴും എഴുതിയില്ല, ഇപ്പോഴും എഴുതിയില്ല. നോക്കിയേ, എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലൈനിലേക്കാണ് സൈറ്റ് ചെയ്യാനുള്ളത്. AB എന്ന് പറയുന്ന ലൈനിലേക്കാണ് സൈറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അത് എക്സ്റ്റെൻഡ് ആയി കിടക്കുക. അത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുക. ഞാൻ എന്ത് ചെയ്യണം, ഇവിടെയാണ് എനിക്ക് എന്തുള്ളത്, സൈറ്റ് ചെയ്യാനുള്ള വെയിനുള്ളത്. ഇവിടെയാണ് എനിക്ക് എന്തുള്ളത്, സൈറ്റ് ചെയ്യാനുള്ള ഔട്ടർ ബോക്സ് കൂടെ നമുക്ക് വരച്ചേക്കാം. ഔട്ടർ ബോക്സ് ഉണ്ട്. ഔട്ടർ ബോക്സിലാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ള, സൈറ്റ് ചെയ്യാനുള്ള വെയിനുള്ളത്. ഞാൻ എന്ത് ചെയ്യണം, ആദ്യം നോർത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നോർത്തിലേക്ക് നോക്കിയിരിക്കുന്നു, നോർത്ത് കറക്റ്റ് ആയിട്ടിരിക്കുക. ഇനി എന്ത് ചെയ്യണം, ഞാൻ ഈ കോമ്പസിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യണം. അല്ലേ, ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം, ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പം എന്ത് ചെയ്യും, ഈ നമ്മുടെ കോമ്പസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അല്ലേ, കോമ്പസ് ഇവിടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, നേരത്തെ ഇങ്ങനെ കിടന്ന കോമ്പസ് ഇപ്പം ഇങ്ങനെ എൻ്റെ സൈറ്റ് ചെയ്യാനുള്ള വെയിൻ ഇവിടെയും വന്നു. ഈ സൈറ്റ് ചെയ്യാനുള്ള വെയിൻ്റെ ഇവിടെയും വന്നു. എലോങ് വിത്ത് റീഡിങ്ങുകൾ എവിടെയാണുള്ളത്, റീഡിങ്ങുകൾ നേരത്തെ ഇവിടെ 0 കാണിച്ചെങ്കിൽ ഇവിടെ എത്ര തന്നെ ആയിരിക്കും, 0 തന്നെ കാണിക്കും. കാരണം എന്താ, ഗ്രാജുവേറ്റഡ് റിങ് ഔട്ടർ ബോക്സുമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റഡ് റിങ്സ് ആർ കണക്റ്റഡ് ടു ഔട്ടർ ബോക്സ്. ആ ഔട്ടർ ബോക്സ് എന്ത് ചെയ്യുന്നു, ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു. നീഡിൽ മാത്രമേ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. ഇവിടെ 0 വരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു, ഇവിടെയും 0 തന്നെ വരും. അതുപോലെ ഇവിടെ നോർത്ത് 0 ഡിഗ്രി ആയിരുന്നു കാണിച്ചെങ്കിൽ ഇപ്പം ഇവിടെ എന്ത് വരും, നോർത്ത് 0 ഡിഗ്രി തന്നെ കാണിക്കും. അതേസമയം ഞാൻ റീഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് സൈറ്റ് ചെയ്തിട്ട് ഞാൻ എവിടെ പോകണം, ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് ആരെ കാണിക്കുന്നു എന്ന് പോയി നോക്കണം. ഓക്കെ, മാഗ്നറ്റിൻ്റെ നോർത്ത് നിലവിൽ ആരിലേക്ക് കാണിക്കുന്നു എന്ന് നോക്കണം. നോക്കി, ഇവിടെ ഒരു റീഡിങ് ഉണ്ടായിരുന്നു. എത്ര, 0 ആയിരുന്നു റീഡിങ്. ആ റീഡിങ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്ര, 30 ഡിഗ്രി വന്നെന്ന് വിചാരിച്ചോ. ഈ 90 ഡിഗ്രി മൂവ് ചെയ്ത് ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പം എനിക്കിപ്പോൾ എൻ്റെ മാഗ്നറ്റ് എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്, മാഗ്നറ്റ് നോക്കിയിരിക്കുന്നത് 30ലേക്കാണ്. ഞാൻ റീഡിങ് എഴുതി വെച്ചു 30 ഡിഗ്രി ആണെന്ന്. ഒരു സ്ഥലത്ത് നോർത്തും ഉണ്ട് കണ്ടോ, നോർത്തും ഉണ്ട്. ഇനി എനിക്ക് എഴുതാനുള്ള, എനിക്കറിയാം എൻ്റെ വര ഏത് ക്വാഡ്രന്റിലാണ് കിടന്നത്, വര കിടന്നത് നോർത്ത് ഈസ്റ്റിലാണ്. അപ്പം എനിക്ക് ഉറപ്പായിട്ട് ഇവിടെ കിട്ടാനുള്ള ഉത്തരം എന്തായിരിക്കും, ഈസ്റ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന വരയാണത്. ഇവിടെ ഈസ്റ്റ് കിട്ടണമെങ്കിൽ നോക്കിയേ, ഈ കിട്ടുന്ന വാല്യൂ ഇപ്പോൾ എൻ്റെ മാഗ്നറ്റിക് നീഡിൽ ഫേസ് ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലേക്കായിരിക്കണം. ഇപ്പോൾ എൻ്റെ നീഡിൽ പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോർത്ത് ഈസ്റ്റിലേക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈസ്റ്റിനെ എവിടെ എഴുതണം, ഈ ഭാഗത്ത് എഴുതി കൊടുത്താൽ മാത്രമേ എനിക്കിപ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ, നോർത്ത് ഈസ്റ്റിലെ റീഡിങ് കിട്ടത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ. സോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ആ വരച്ച ഡയഗ്രത്തിലേക്ക് പോകുന്നു. ആ വരച്ച ഡയഗ്രത്തിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സൗത്ത് നോർത്ത് കഴിഞ്ഞാൽ ഈസ്റ്റ് എഴുതാനുള്ളത് ഇവിടെ അല്ല, ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഈസ്റ്റ് എഴുതാനുള്ളത്. ഇവിടെ എഴുതാനുള്ളത് വെസ്റ്റുമാണ്. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഈസ്റ്റിലേക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഒറിജിനലായിട്ടുള്ള ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കോമ്പസിലെ ഈസ്റ്റ് റീഡിങ് കാണിക്കണമെങ്കിൽ ഈസ്റ്റ് എവിടെ എഴുതണം, കോമ്പസിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ എഴുതണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ PSCക്ക് ടെസ്റ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, കോമ്പസിൻ്റെ ഈസ്റ്റ് എഴുതിയിരിക്കുന്നത് എവിടെയാണ്, ലെഫ്റ്റ് പോർഷനിലും വെസ്റ്റ് എഴുതിയിരിക്കുന്നത് റൈറ്റ് പോർഷനിലുമാണ്. ഓക്കെ, ഈ റീഡിങ് എടുക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കിത് മറക്കൂല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ 10-16 പോയിന്റുകൾ നമ്മൾ ടേബിൾ വരച്ച് കാണാതെ പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ പ്രിസ്മാറ്റിക് ആണോ സർവേസ് ആണോ എല്ലാം പോവും. എന്ത് ചെയ്യുക, പടം നല്ല വൃത്തിക്ക് മനസ്സിലാക്കുക. പടം ആ ഫോട്ടോ കണ്ട് മനസ്സിലാക്കുക.
ഫോട്ടോ കാണാം, അത് മനസ്സിലാക്കുക. ഓക്കെ, ഈ സാധനത്തിന് ഞാൻ റൊട്ടേറ്റ് ചെയ്താൽ ആ നീഡിൽ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, ഗ്രാജുവേഷൻസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി, അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഇത് എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത്. ഇതിൽ ലാസ്റ്റ് ഒറ്റ കാര്യം കൂടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു, മറ്റേതിൻ്റെ പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ 30 മിനിറ്റ് ആയിരുന്നു. ഇവിടുത്തെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 15 മിനിറ്റ്. ഓക്കെ, ഇവിടുത്തെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 15 മിനിറ്റ്. നോക്കിയേ, ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. കാരണം എന്താ, അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പഠിച്ചു. ഏതാണ് കൂടുതൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് വരുന്നത്, വിച്ച് കോമ്പസ് ഗീവ് ആക്യുറേറ്റ് ബിയറിംഗ്. ഒന്ന് ഏതാ, നമ്മൾ ആദ്യം പഠിച്ച പ്രിസ്മാറ്റിക് കോമ്പസ്. രണ്ടാമത്തെ ഏതാ, സർവേസ് കോമ്പസ്. പ്രിസ്മാറ്റിക് കോമ്പസിൽ റീഡിങ് എടുക്കുന്നത് എങ്ങനെയാണ്, നോക്കുന്നു അപ്പം തന്നെ റീഡിങ് എടുക്കുന്നു, സൈമൾട്ടേനിയസ്ലി രണ്ടും നടക്കുന്നു. ഓക്കെ, ഇവിടെ റീഡിങ് എടുക്കുന്നത് എങ്ങനെയാണ്, നോക്കുന്നു അപ്പുറത്ത് പോയിട്ട് റീഡിങ് എടുക്കുന്നു. ഇതിനിടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കും, ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ടൈം ലാഗ്. സോ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് ആര് വരും, പ്രിസ്മാറ്റിക് കോമ്പസ് വരും. വൈ, സൈമൾട്ടേനിയസ്ലി എടുക്കുന്നു, ഞാൻ നോക്കുന്നു, ഞാൻ അപ്പോൾ തന്നെ കണ്ടുപിടിക്കുന്നു. ഇതുപോലെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ലോജിക്കായിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്തുള്ളത്, പ്രിസ്മാറ്റിക് കോമ്പസ്, സർവേസ് കോമ്പസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നോക്കാനുള്ള. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ARC, the Gate Coaching Hub of Kerala.